ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കേരള ജോബ്സ് ടുഡേ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാർ നൽകുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളും മറ്റ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരും അറിഞ്ഞിരിക്കേണ്ടതാകുന്ന ചില സുപ്രധാന വിവരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുവാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന പുതിയ ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുവാനായി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഇനേബിൾ ചെയ്ത് വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏവരുടെയും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 62 ലക്ഷം പേർക്ക് 3 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതാണെന്ന് സർക്കാർ അറിയിക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ച് ഈ ആഴ്ച 1 മാസത്തെ പെൻഷനും അടുത്ത മാസം 2 മാസത്തെ പെൻഷനും നൽകാനാണ് ആലോചന. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി. ഈ ആഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. അടുത്ത മാസം 2 ഗഡു പെൻഷനായ 3200 രൂപയും നൽകുവാനാണ് ആലോചന. ഇതോടുകൂടി ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് 4800 രൂപ വീതം ലഭിക്കുന്നതാണ്. 1 മാസത്തെ പെൻഷനായി 900 കോടി രൂപയാണ് സർക്കാർ ഇപ്രാവശ്യം ചെലവിടുന്നത്. 3 മാസത്തെ പെൻഷൻ നൽകുവാൻ 2700 കോടി രൂപ വേണ്ടിവരുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ടും പെൻഷൻ എത്തിക്കുന്നതാണെന്ന് സർക്കാർ അറിയിച്ചു. ഈ ഓണക്കാലത്ത് പെൻഷൻ കൃത്യമായി നൽകുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. സെപ്റ്റംബറിലെ പെൻഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും കൃത്യമായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നതാണ് സർക്കാരിൻ്റെ തീരുമാനവും ആഗ്രഹവുമെന്ന് മന്ത്രി കൊട്ടാരക്കരയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. എന്തായാലും ഈ ഓണക്കാലത്ത് 62 ലക്ഷത്തോളം ആളുകൾക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള വാർത്ത തന്നെയാണിത്. 2700 കോടി രൂപ ചിലവിടുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ ഏവർക്കും വളരെയധികം ഇത് പ്രയോജനം ചെയ്യുന്നതുമാണ്. നിലവിൽ ഭക്ഷ്യവസ്തുക്കളുടെയും അവശ്യ സാധനങ്ങളുടെയും വിലവർദ്ധനവ് നേരിടുന്ന സാഹചര്യത്തിൽ ഏറെ ആശ്വാസം പകരുന്ന പ്രസ്താവന തന്നെയാണ് ധനകാര്യമന്ത്രിയുടേത്. എന്തായാലും ഈ ഓണക്കാലത്ത് 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കും എന്ന കാര്യത്തിൽ ഇതോടുകൂടി വ്യക്തത ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ആദ്യമേ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനായി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഇനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.